ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ വെക്കേണ്ട സാമ്പത്തികമൊന്നുമില്ല. ഞങ്ങളിവിടെയാണ് കിടക്കണത്. നേരം വെളുത്തെന്ന് പറയാൻ കതോർത്ത് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് മേലോട്ട് നോക്കിയാൽ മതി. രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റൂല. പേടിച്ച് കിടക്കും. എപ്പോഴാണ് വല്ലതും കയറി വേണമെന്ന് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ മറച്ചിട്ടാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. ഇവിടെ പലവയാണ്. തട്ടിയാ എല്ലാം കൂടെ മൂട്ടിൽ വീഴുക. എന്നാലും ഇവിടെ കൂടെയൊക്കെ നല്ലതും വരുവാണ്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളൊന്ന് സഹായിച്ചാൽ കൊള്ളാൻ ഞങ്ങളെ ഈ പാവങ്ങളായി ഞങ്ങളെ ഒന്ന് കരകയറ്റിയ. സ്വന്തം വീടിന്റെ അവസ്ഥ വിവരിച്ച് ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലിട്ട വീഡിയോ കണ്ട് കണ്ണ് നനയാത്തവർ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. അവരെ തേടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരം കുന്നത്തുകാലിലെ മണ്ണങ്കോട് സ്വദേശിനികളുടെ വീട്ടിനുള്ളിൽ പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏഴാം ക്ലാസ്സുകാരി ദുർഗയും അനുജത്തി രുത്തയും അന്തി ഉറങ്ങുന്നത് ഇവിടെയാണ്. കുന്നത്തുകാൽ പഞ്ചായത്തിൽ മൂവേരിക്കര വാർഡിൽപ്പെട്ട മണ്ണംകോട് കോളനിയിലാണ് ദുർഗയും കുടുംബവും താമസിക്കുന്നത്. പഠിക്കാൻ മിടുക്കിയാണ് ദുർഗ. പക്ഷേ അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട്ടിൽ വൈദ്യുത വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് വലിയ നിലയിലെത്തണമെന്നാണ് ഈ കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹം. അച്ഛൻ സുരേഷ് കൂലിപ്പണിയെടുത്താണ് കുടുംബത്തെ പോറ്റുന്നത്. അമ്മ രമ്യയ്ക്കും ഒരു കൈത്തൊഴിൽ വശമുണ്ട്. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പുറമ്പോക്കിലാണ് ഇവരുടെ താമസം. ഈ പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകാൻ പഞ്ചായത്ത് തയ്യാറാണ്. പക്ഷേ ഇവിടെ ഒരു വീട് പണിയുക, അത് മാത്രമാണ് ഇവരുടെ ഇപ്പോഴത്തെ ചിന്ത. 2 പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു ഷെഡിൽ താമസിപ്പിക്കുക? കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഇവരുടെ നെഞ്ചു പിടയും. തങ്ങളുടെ ദുരിത ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ദുർഗാമോളും രുദ്ധിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കോട്ടുകോണം. മോള് എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 7-ൽ, അവള് 2-ൽ. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചോ? അപ്പൊ മോളുടെ വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ഇടാൻ തോന്നിയത്? അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ വെക്കേണ്ട സാമ്പത്തികമൊന്നുമില്ല. ഞങ്ങളിവിടെയാണ് കിടക്കണത്. നേരം വെളുത്തെന്ന് പറയാൻ കതോർത്ത് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് മേലോട്ട് നോക്കിയാൽ മതി. നേരം വെളുത്തെന്ന് അറിയാൻ പറ്റും. രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റൂല. പേടിച്ച് കിടക്കും. എപ്പോഴാണ് വല്ലതും കയറി വേണമെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് ഓട്ടയായിട്ടാണ് ഇവിടെ ഫുള്ള് കിടക്കണേ. രാത്രി എന്നും പാമ്പും പഴുതാരൊക്കെ ഈ ഇടയ്ക്ക് ഒന്ന് വന്ന് ഒച്ച അടിച്ച് കൊന്നു. പിന്നീട് കഷ്ടമെന്ന് വെച്ചാൽ അച്ഛന് കൂലിപ്പണി, അമ്മ നൂല് ചുറ്റിയും തൊഴിലുറപ്പിനാണ് പോണത്. അതുപോലെ ഇവക്ക് കണ്ണ് ഓപ്പറേഷൻ ഉണ്ട്, തിമിരത്തിന്റെ. അതിന് തന്നെ കുറെ പൈസ ആയി. തിരുനെൽവേലി അരവിന്ദ് ആശുപത്രിയിലാണ്. അച്ഛൻ്റെ അമ്മയുടെ ആ വിഷമം അല്ലേ, അത് കണ്ട് മോക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയല്ലേ? ആ വീഡിയോ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഞങ്ങൾക്കൊരിത് ഉറപ്പ്, ആരെങ്കിലും സഹായിക്കൂ എന്ന്. സഹായിച്ച നന്നായി. അപ്പൊ മോളൊരു കൊച്ചു താരം എന്നൊക്കെ അറിയുന്നുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഏത് പ്രോഗ്രാമിനായിരുന്നു പോയിരുന്നത്? ഞങ്ങള് പോയിട്ടുള്ളത് ഫ്ലവേഴ്സ്, അമൃത, മഴൽ മനോരമ. മഴൽ മനോരമയിൽ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി. പിന്നീട് അമൃതയില് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി. പിന്നെ ഫ്ലവേഴ്സിൽ ഇത് ഐറ്റം വേറെ. അപ്പൊ സ്കൂളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നോ? കിട്ടും. സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ എന്താ പറയുന്നത്? നീ വലുതായ ഒരു കലാകാരിയാവും, കൊള്ളാം. ഇങ്ങനെ TV കൂടെ ഒരു കാണുമ്പോൾ പറയും വലിയ കലാകാരി തന്നെ, കൊള്ളാം എന്നൊക്കെ പറയും. അതിലൂടെ പഠിക്കണമെന്ന് കൂടെ പറയൂ? രണ്ടും പറയല്ലേ. കലാകാരി ആവണം, പഠിക്കുകയും ചെയ്യണം. മോള് ചെയ്ത വീഡിയോ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് എന്താണ്? നമ്മളൊരു കഷ്ടപ്പാടുണ്ട് മോളങ്ങനെ നമ്മൾ ചെയ്തതാണ്. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. കാരണം വെച്ചാൽ എല്ലാവരും പറയണമെന്ന് വെച്ചാൽ നമ്മൾ കോമഡിക്കൊക്കെ പോകണതാണ്. ഇഷ്ടം പോലെ സ്റ്റേജ് പകരവും TV പകരത്തിന് പോകണം. ഒരുപാട് പൈസ ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ കള്ളത്തിനാണ് പറയണത്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ആരും മനസ്സിലാക്കണം. അതായത് വില്ലേജ് ഓഫീസർ എഴുതി തന്നാണ്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഞങ്ങൾക്ക് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാന്ന് വില്ലേജ് ഓഫീസർ എഴുതി തന്നതാണ്.
പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് കണ്ണ് വലത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് 2-3 ലക്ഷം രൂപ നമ്മളെ തീർന്നു. ലോണൊക്കെ എടുത്താണ് നമ്മൾ ചെയ്തത്. ഇനി ഇടത്തെ കണ്ണൂടെ ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. ഞങ്ങൾ വലുതായിട്ട് അടുത്തൊന്നും ചോദിക്കില്ല. ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം. എന്നെ കൊണ്ട് ഇപ്പം നമ്മൾ വാടക കടന്നാണ് തളർന്നു. ഇപ്പം ഇവിടെയാണ് വെച്ചിട്ട് ഇവിടെയാണ് സ്ഥിരം താമസം. ഈ വീഡിയോ കാണുന്നത് ആരായാലും ഞങ്ങളൊന്ന് സഹായിക്കണം. കുറച്ച് കല്ലോ സിമൻറ്റോ സീറ്റോ ഇട്ട് ഞങ്ങൾക്ക് ഇതിന്നൊരു മോചനം കിട്ടണം. അത്രയും ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മുമ്പർ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം പട്ടയം ഇനി അടുത്ത ഒരു വർഷം 2 വർഷത്തിനകത്ത് വെച്ച് ജാതി കളിക്കണ സർട്ടിഫിക്കറ്റും വസ്തു ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ എഴുതി വാങ്ങിച്ച് വെച്ചേക്കാൻ പറഞ്ഞ് അടുത്ത 1 വർഷം 2 വർഷം ഇതിൻ്റെ പദ്ധതി വല്ലതും വരുമ്പം ഇത് എൻ്റെ വൈഫിൻ്റെ പേരിൽ പട്ടയം പതിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മുമ്പർ ശിവപ്രസാദ്. ഇത് ശരിക്കും ആരുടെ സ്ഥലമാണ്? ഇതെന്ന് പറഞ്ഞാൽ ഒരു 40 വർഷത്തിന് മുമ്പേ ഇത് ഓരോരുത്തർക്ക് സർക്കാർ കൊടുത്തതാണ്. ഒരു 10 കുടുംബത്തിന് കൊടുത്ത സ്ഥലമാണ്. അവരൊക്കെ 40 വർഷത്തിന് മുമ്പേ ഇട്ടെറിഞ്ഞിട്ടൊക്കെ എല്ലാവരും പോയി. അങ്ങനെ ഇത് പുറമ്പോക്കായിട്ടാണ് കിടക്കണത്. അപ്പോൾ കുറേ പേര് ഇവിടെ വെച്ചിട്ട് താമസിച്ചു. അവർക്കൊക്കെ ഇപ്പം പട്ടയം കിട്ടിയത്. അപ്പുറത്തെ വീട്ടിൽ അവർക്ക് ഇപ്പോൾ പട്ടയം കൊടുത്തു, ഇവിടെ നമ്പർ കൊടുത്ത്. അങ്ങനെ നമുക്കും കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പം വീട് വെക്കുകയാണെങ്കിൽ നമ്പർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കല്ലിറക്കി സീറ്റിട്ട് വാർക്കാൻ പാടില്ല. കല്ലിറക്കി 2 റൂം ഇറക്കി സീറ്റ് ഇട്ട് താമസിക്കാൻ വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ കൂലിപ്പണിയാണ്. പിന്നെ കോമഡിക്കും വല്ലവർക്ക് പോകും. സ്റ്റേജ് പ്രോഗ്രാമുകൾ മേശേരിയിൽ ഇവിടുത്തെ കൈയാളായിട്ട് പോകും. പിന്നെ കോൺക്രീറ്റ് പണിക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയി ജീവിതം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. കണ്ണിൽ തിമിരമാണ്, 2 കണ്ണിന് മുഖത്തിമിരമാണ്. അപ്പം അതിന് കുറെ പൈസ ആയി. ഒരു കണ്ണ് ആദ്യം അത് ഡേഞ്ചർ ആയിട്ട് ഇരുന്നത് കൊണ്ട് വലത് കണ്ണ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് അത് ചെയ്തു. പക്ഷെ ഇപ്പം ഇടത് കണ്ണും ആ വലത് കണ്ണിന്റെ ആ രൂപത്തിലായിട്ട് ആയിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി അവൾക്ക് കണ്ണ് ഓപ്പറേഷൻ വൈകും തോറും അവിടെ കണ്ണ് മങ്ങി കാഴ്ച നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അതും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിമിരത്തിനാണ് ലെൻസ് കട്ടിയായിപ്പോയി. അതിന് ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് ഇവിടുത്തെ പീഡിയാട്രിഷ്യൻ ഡോക്ടറുടെ കയ്യിൽ നിന്ന് മോൾക്ക് കുഞ്ഞിന് യാതൊരു വേറെ അസുഖമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊണ്ട് അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവർ ഓപ്പറേഷൻ ചെയ്യുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ ചെയ്യുന്നതിനും പൈസ വേണം. അടുത്ത കണ്ണിന് ചെയ്യണതിന് പൈസ വേണം. അതല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ലോൺ എടുത്താണ് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ലോണ് വാടക എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ചേടി താമസിക്കുന്നത്. ഓപ്പറേഷന് വാടകയ്ക്കായിരുന്നു. അപ്പം ലോണൊക്കെ എടുത്താണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം വാടകയും ലോൺ അടവും എല്ലാം കൂടെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടു വാടക എല്ലാം കൂടെ ആകുമ്പോൾ ഞങ്ങളെ കൊണ്ട് അടയ്ക്കാനുള്ള നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വാടകയൊന്നും ഇട്ട് ഇവിടെ വന്ന് വെച്ചേട്ടി താമസിക്കുന്നത്. ശരിക്കും ഒരു വാസയോഗ്യമായിട്ടുള്ള ഒരു വീടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഷീറ്റ് കൊണ്ട് മറിച്ചും ടാർപ്പാളയും കൊണ്ട് മറിച്ചാണ് അവരിവിടെ കഴിയുന്നത്. ശരിക്കും ഒരു ഒറ്റ മുറിയാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഒരു ഒറ്റ മുറിയിലാണ് ഈ 4 പേരും താമസിക്കുന്നത്. മാത്രമല്ല 2 പെൺകുട്ടികളാണ്. അവരെ ഇവിടെ തനിച്ചാക്കി അച്ഛനും അമ്മയ്ക്കും പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല ഇളയമകളുടെ കാഴ്ചക്കുറവാണ്. എത്രത്തോളം ദയനീയ അവസ്ഥയാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ചേച്ചി, മഴ പെയ്യുമ്പോഴുള്ള അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? മഴ പെയ്യുമ്പോൾ ആ സൈഡിൽ നിന്ന് അവിടെ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ വരും. അതുകൊണ്ടാണ് ഈ തുണി ഇട്ടേക്കുന്നത്. ഇപ്പൊ തുണിയിൽ ഈർപ്പടിക്കുമ്പോൾ അറിയാം മൊത്തം വെള്ളം. പിന്നെ ഇവിടെ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി അതിൻ്റെ കൂടെ ഒക്കെ വെള്ളം ഒഴുകും. ഇവിടെ കൂടെ വെള്ളം ഒഴുകി വരും. അവിടെ മണ്ണാണ്. അത് മണ്ണിന്റെ പുറത്താണ് ഈ സീറ്റ് വെച്ചേക്കുന്നത്. അപ്പൊ അവിടെ കൂടെ പിന്നെ ഇതിലൂടെ നനയാതിരിക്കാൻ കൂടിയാണ് ഈ തുണി ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. പിന്നെ മഴയും നല്ല കാറ്റൊക്കെ പെയ്യുമ്പോൾ പേടിച്ചാണ് 2 പിള്ളേരെ ഇട്ടുണ്ട് നമ്മളിവിടെ കിടക്കണം. കരിച്ച വലിയ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ, പട്ടിയിൽ ടാർപ്പയാണ് മുകളിൽ കാറ്റടിച്ചൊക്കെ പൊങ്ങും. പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഒരു പൊണ്ണ മരം നിൽക്കുന്നത്. അതുതന്നെ അപ്പുറത്തൊരു വലിയ മരമാണ് നിൽക്കുന്നത്. കൊമ്പൊക്കെ വന്ന് വീഴുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പാചകത്തിനൊക്കെ പോകും. നൈറ്റ് പോയാലും പാചകത്തിന് പോയാൽ പോലും സമാധാനമില്ല. 2 പിള്ളേരെ ഇട്ടിട്ട് പോകുമ്പോൾ അത്രയ്ക്കും വലിയ കഷ്ടമാണ്. നിങ്ങൾക്ക് നമ്മളാരും കള്ളത്തനം വേണമല്ല. ഇപ്പം ഇവരൊക്കെ വന്ന് നേരിൽ കണ്ടതാണ് ഈ സംഭവങ്ങൾ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. മോള് സൂചിപ്പിച്ചു ഇഴജന്തുക്കളെല്ലാം വീട്ടിലോട്ട്. അത് അന്ന് ഇവിടെയാണ് ഈ ഭാഗത്തോട്ടാണ് ഇരുന്നത്. ഈ ബക്കറ്റിങ് വാങ്ങിയപ്പോൾ അവിടെ കൂടെ വരാൻ പറ്റും. അവിടെ ഒരു ഹോളുണ്ട്. അതുവഴി ഇങ്ങനെയൊക്കെ ഇറങ്ങി വരും. പിന്നെ അപ്പുറത്ത് സീറ്റ് ഇപ്പൊ ടാർപ്പയാണ് മറച്ചിരിക്കുന്നത്. അവിടെ കൂടെയൊക്കെ വരാൻ എളുപ്പമാണ്. കയറി വരാം. വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ ഇത്
ഇത് ഇവിടെത്തെ ഇള ഇങ്ങനെ വീണ് കിടക്കുക. അപ്പോൾ അതൊക്കെ മറച്ചാണ് ഇതാണ് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ മറച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇവിടെ പലവയാണ്. ഇപ്പൊ എല്ലാം കൂടി തട്ടിയാൽ എല്ലാം കൂടെ ഇങ്ങ് മൂട്ടിൽ വീഴുക. എന്നാലും മണ്ണും ചെളിയൊക്കെ വെച്ച് പതിച്ചാണ് ആണിയൊക്കെ അടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ കൂടെയൊക്കെ പലതും വരുവാണ്. ഞങ്ങൾ കോമഡിക്കൊക്കെ പോണല്ലേ ശരിക്കും അവിടെ നിന്ന് അവർ നോക്കുമ്പോൾ 50,000 ഇതൊക്കെ കിട്ടുന്നല്ലേ, ഇത് വെച്ച് എന്താണ് നിങ്ങൾക്ക് വസ്തു ഉണ്ടോ, ഞാൻ ഫേക്ക് ആളില്ലേ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞങ്ങൾ വസ്തുള്ള അവിടെ ഇവിടെ വാങ്ങിച്ചിട്ടിക്കണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ കോമഡിക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് പോകണം, 10 ദിവസം നിൽക്കണം. പിന്നെ നമ്മുടെ അവർ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ പോകുമ്പോൾ വരുന്ന ചിലവ്, പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് പിള്ളേരെ സ്കൂൾ ഫീസ്, വീട്ടു വാടക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതങ്ങനെ ഇങ്ങനെ പോകും. എല്ലാം മിച്ചം പിടിക്കാൻ വലുതായിട്ട് സ്റ്റേജ് പ്രോഗ്രാമത്തിന് പോയാലും ഇപ്പം എനിക്കൊരു 2,000 രൂപ വരും, അവൾക്കൊരു 1,500 കൊടുക്കും, അവൾക്കും 2,500 പിള്ളേക്കും കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അതും എന്നും കിട്ടത്തില്ല. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ സീസണൊക്കെ വരുമ്പോൾ ഒക്കെ കിട്ടുള്ളൂ. അത് നമ്മളെ ചിലവ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോകും. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇത് കണ്ടോണ്ടിരിക്കണ ആരെങ്കിലും ഞങ്ങളൊന്ന് സഹായിച്ചാൽ കൊള്ളാനൊക്കെ, ഞങ്ങളെ ഈ പാങ്ങളായി ഞങ്ങളെ ഒന്ന് കരകയറ്റിയാൽ കൊള്ളായിരിക്കും. ഒരു കൈത്താന്ന് അത്രയും മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. വേറെ തന്നെ മോക്ക് 10 വയസ്സുകളായി. അപ്പം അത് സ്ത്രീകൾക്ക് അല്ല വലിയ അറിയാൻ പറ്റും. നമുക്ക് 10-15 വയസ്സുകളായി. ഒരു അടപ്പനുള്ളൊരു വീട് ഇല്ല. അത് എങ്ങനെ വന്ന് ആരും കല്ലോ മണ്ണാത്തുന്ന വളരെ പോലെ. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ അവസ്ഥ. സുരേഷ് ഏട്ടനും അവരുടെ കുടുംബവും താമസിക്കുന്നത് ഈ ഒറ്റ മുറിയുള്ള ഒരു കൂരയിലാണ്. ശക്തമായി ഒന്ന് മഴ പെയ്താൽ അല്ലെങ്കിൽ ഒരു മരം ഒന്ന് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്കിവിടെ വീട് കെട്ടുമ്പോൾ ഒരു കല്ല് കെട്ടി ഷീറ്റ് ഇട്ടാൽ മാത്രമേ അവർക്കൊരു വീട് അങ്ങനെ നിർമ്മിക്കാൻ. പക്ഷെ അവർക്കത് ചെയ്യാനുള്ളൊരു നിർഭാഗ്യം അവർക്കില്ല. കാരണം ചേട്ടൻ കൂലിപ്പണിക്കാണ് പോകുന്നത്, ചേച്ചിയും തൊഴിലുറപ്പും മറ്റ് കാര്യങ്ങൾ. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം അവർക്കൊരു വീട് കെട്ടി അടച്ചുപൂട്ടുള്ള ഒരു വീട്ടിലോട്ട് പോകാൻ അവർക്ക് കഴിയുന്നതല്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ അവരെ മാക്സിമം അവർക്ക് വേണ്ട കല്ലായിട്ടായാലും അങ്ങനെ എന്തെങ്കിലും സഹായം വേണ്ടവർക്ക് ചെയ്യുക എന്നാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നതാണ്. അതുവഴി അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ക്യാമറമാൻ അമലിനോടൊപ്പം ഐശ്വര്യ, കേരള ന്യൂസ്.